ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്നത് തൃശ്ശൂർ സൂ ആണ് കേട്ടോ. പുത്തൂരുള്ള പുതിയ സൂ അല്ല, അത് ഇതുവരെ പബ്ലിക്കിന് ഓപ്പൺ ആയിട്ടില്ല. ഇത് തൃശ്ശൂരുള്ള പഴയ സൂ ആണ്. ഈ സൂ ഇപ്പോഴും ഓപ്പൺ ആണോ, ഇതിനുള്ളിൽ കാണാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അറിയാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ വീഡിയോ തീർച്ചയായും കാണൂ കേട്ടോ. കയറി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ടിക്കറ്റ് കൗണ്ടർ വരുന്നത്. 20 റുപ്പീസാണ് അഡൽട്ടിന് വരുന്ന ടിക്കറ്റ് പ്രൈസ് വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ക്യാൻറ്റീനും അതിൻ്റെ അടുത്തായിട്ട് ക്ലോക്ക് റൂമുണ്ട്. ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുന്നത് ബേഡ്സിൻ്റെ സെക്ഷനാണ്. അവിടെ തത്ത, മൂങ്ങ, പരുന്ത്, പിന്നെ പലതരത്തിലുള്ള കൊക്കുകൾ, ഒട്ടകപ്പക്ഷി ഇതിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. എല്ലാ പക്ഷിയുടെയും അല്ലെങ്കിൽ എല്ലാ മൃഗത്തിൻ്റെയും കൂടിൻ്റെ മുന്നിലായിട്ട് ഒരു നോട്ടീസ് ബോർഡ് ഉണ്ടായിരിക്കും. അതിൽ അവയുടെ പേര്, സയൻറ്റിഫിക് നെയിം, അവരുടെ ആയുസ്, ഗർഭകാലം, പിന്നെ ഏത് സ്ഥലത്താണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ വംശനാശ ഭീഷണി നേരിടുന്നവയാണോ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു മൃഗത്തിനെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ മൃഗത്തിനും ഈ വീഡിയോയിൽ കാണില്ല, ഞാൻ കുറച്ച് മാത്രമേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇതിനു മുന്നേ പലവട്ടം സൂല് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് കേട്ടോ ഹിപ്പോനെ ഇങ്ങനെ കാണുന്നത്. ഞാൻ എപ്പോൾ കാണുമ്പോഴും അവരെല്ലാം വെള്ളത്തിനുള്ളിൽ മുങ്ങിക്കിടക്കായിരിക്കും. ഇതിപ്പോൾ തീറ്റ കൊടുക്കുന്ന സമയം ആയതുകൊണ്ടാണ് തോന്നുന്നു പുറത്ത് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 1-2 റൈഡ്സൊക്കെ ഉണ്ട്. അവിടെ കുട്ടികൾക്ക് മാത്രമേ അലൗഡ് ആയിട്ടുള്ളൂ അതിൽ കയറിയിരിക്കും. ഇവിടേക്ക് എൻട്രി ചെയ്യാൻ പ്രത്യേകിച്ച് ടിക്കറ്റ് ഫീ ഒന്നുമില്ല കേട്ടോ. പിന്നെ കടുവയും പുലിയും സിംഹവും ഒക്കെ ഇപ്പോഴും ഉണ്ട്. അവിടെയൊന്നും ഇതുവരെ മാറ്റിയിട്ടൊന്നുമില്ല. ഞങ്ങൾ ചെന്നപ്പോൾ 3 കടുവേനും പിന്നെ 2 സിംഹം പുലീനൊക്കെ കണ്ടു. പക്ഷേ എന്താ അറിയില്ല, ചെന്നപ്പോൾ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുമ്പോഴൊക്കെ ഫുള്ള് ഡാർക്കായിട്ടാണ് കണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ കാണണമെന്ന് ആഗ്രഹിച്ച് പോണവർക്കാണെങ്കിൽ എന്തായാലും കാണാൻ പറ്റും. മുന്നേ സൂ വിസിറ്റ് ചെയ്തവർക്കാണെങ്കിൽ കുറച്ച് നിരാശ തോന്നും. കാരണം അത്രയ്ക്കധികം അനിമൽസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഉള്ളത് വളരെ കുറച്ചാണ്. പക്ഷേ ഒരു 20 റുപ്പീസിൻ്റെ ടിക്കറ്റ് എടുത്ത് കയറുന്നവർക്ക് ഇത് വർത്താണ്. അതിന് കാണാനുള്ളത് എന്തായാലും ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നത് ഒരു മ്യൂസിയമാണ്. അപ്പോൾ അവിടേക്ക് കയറാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ടിക്കറ്റ് എടുക്കണം. 10 രൂപയാണ് ടിക്കറ്റിന് വരുന്നത്. അവിടെ ഇതുപോലെ പ്രിസർവ്ഡ് ആയിട്ടുള്ള അനിമൽസിനെ കാണാൻ പറ്റും. പിന്നെ പഴയ കാലത്ത് യൂസ് ചെയ്തിരുന്ന ആയുധങ്ങൾ, പരിച, അങ്ങനത്തെ കാണാൻ പറ്റും. ഇതാണ് മ്യൂസിയത്തിലെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇത് ആനയുടെ അസ്ഥിയാണ്. ചെങ്ങല്ലൂർ രംഗനാഥ് എന്ന് പറഞ്ഞ ആനയുടെ അസ്ഥിയാണ് കേട്ടോ ഇത്. മുഴുവൻ അസ്ഥികളുമുള്ളത് ഇതല്ല, അത് പത്തനംതിട്ട ഗവിയിലുള്ളൊരു മ്യൂസിയത്തിലാണ് ആനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ആനയുടെ മാത്രമല്ല കേട്ടോ, രാജവെമ്പാലയുടെ അസ്ഥിയും കൂടി ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട് ആർട്ട് സെക്ഷൻ ഉണ്ട്. അവിടെ കാണുന്ന കാഴ്ചകളാണ് ഈ കാണുന്നത്. അതും കാണാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ സൂ വന്ന് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ എന്തായാലും വന്നോളൂ. കാണാനുള്ള കാഴ്ചകൾ എന്തായാലും ഇവിടെയുണ്ട്. അനിമൽസ് ആണെങ്കിലും അതുപോലെ ഈ മ്യൂസിയത്തിലാണെങ്കിലും ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് പോകുന്നുള്ളൂ.